ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കുറച്ച് ഇലച്ചെടികളെക്കുറിച്ചാണ്. പ്രകൃതി നമുക്ക് നല്ല കുറേ ഇലകളും പൂക്കളും എല്ലാം പ്രകൃതി ഒരുക്കി തന്നിട്ടുണ്ട്. അതാണ് കാണാൻ നല്ല ഭംഗിയിലും പല പല രീതിയിലുമാണ് അതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അത് ഒരുപാട് പൂക്കൾ കൊണ്ടും പ്രകൃതിയിലെ ഭംഗി പൂക്കൾ കൊണ്ട് മാത്രമല്ല ഇലകളാലും അലങ്കരിക്കപ്പെട്ടതാണ്. ആ ഇലകൾ പല പല വിധത്തിലും പല പല ഡിസൈനുകളിലുമായിട്ട് അത് സംവിധാനം ചെയ്തിരിക്കുന്നു. അത് എത്ര മനോഹരമാണെന്ന് നമ്മളതിനെ ഒന്ന് നോക്കി നിന്നാൽ തന്നെ നമുക്കത് മനസ്സിലാകും. നമ്മുടെ ആ നോട്ടം പോകുന്ന വഴി ഒരു ചെടിയെ ഒരു കളറുള്ള ഏതെങ്കിലും ഒരു ഇലയോ പൂവോ കണ്ടാൽ നമ്മുടെ നോട്ടം അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടും. നമ്മളപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനെ എത്ര മനോഹരമായിട്ടായിരിക്കും അന്നേരം നമ്മൾ കാണുന്നത്. നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോയാൽ പോലും നമ്മളൊരു നിറമുള്ളത് എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. അത് നമ്മുടെ കണ്ണിനെ കുളിർമ തരുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്കത് തോന്നുക. ഓരോ പ്രകൃതിയിലെ ഓരോ വൃക്ഷവും ഓരോ ചെടിയും ഓരോരോ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം, ഒരു കളിയാണതൊക്കെ. അതിനെ നമ്മൾ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത് പല കളറിൽ പല വിധത്തിലുള്ള ആ ചെടികളെ നമുക്ക് കൊണ്ടുവന്ന് പരിചരിക്കുമ്പം അതിന് വേറൊരു രീതിയിലാണ് നമ്മളതിനെ പരിരക്ഷിക്കുന്നത്. നമ്മുടെ വീട് അലങ്കരിക്കാനായിട്ട് അതിനെ കുറേ വിധത്തിൽ കൊണ്ടുവന്ന് ഒരുപാട് ആൾക്കാർ അതിനെ പല വിധത്തിലും പല രീതിയിലും അതിനെ കൊണ്ടുവന്ന് അലങ്കരിക്കുന്നുണ്ട്. വീട് അലങ്കരിക്കാൻ നല്ല പൂക്കൾ പോലെ തന്നെ ഇലകൾക്കും പ്രാധാന്യമുണ്ട്. അതുപോലെ നമുക്ക് നല്ല വായു, ആ പ്രകൃതിയിൽ നിന്നുള്ള ആ വായു കിട്ടാനും നമുക്ക് കുറേ ആശ്വാസം, കുറേ രോഗങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊരാശ്വാസമാകും. പിന്നെ നമ്മളിതിനെ സംരക്ഷിക്കുന്നത് കൊണ്ട് നമുക്കിതിൽ നിന്ന് കുറച്ച് ഒരു റിലാക്സേഷനായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ചാനലായതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ തെറ്റുകളുണ്ട്. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്താലേ എന്നെ മുൻപോട്ട് പോകാൻ എനിക്ക് കഴിയുള്ളൂ. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിങ്ങനെ കുറച്ച് ചെടികളെ ഇങ്ങനെ പരിചയപ്പെടുത്താം. എനിക്കുള്ള കുറച്ച് ചെടികൾ. ഇത് അഗ്ലോണിമ എന്ന ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അതിന് പച്ച നിറവും നല്ല ചുമപ്പ് വരകളും കുത്തുകളും ഒക്കെ ആയിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. ഇതിൻ്റെ ഈ ഇലകളെല്ലാം നല്ല ചുമപ്പ് കളറിൽ, പച്ചയിൽ ചുമപ്പ് വരുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ ഇതിനെ കാണാൻ തന്നെ. ഇത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇതിനെ വളർത്താനും പറ്റും. അധികം വെയിൽ വേണ്ട, അധികം വെള്ളം വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാം. ഒരുപാട് വെയിൽ പാടില്ല, ഒത്തിരി വെള്ളവും പാടില്ല. അത്യാവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇതുങ്ങളെ സംരക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരു ഐറ്റമാണ് ഇത് ഡാർക്ക് പച്ചയും അതിൻ്റെ നടുക്കൂടെയും സൈഡിൽ കൂടെയൊക്കെ ചുമപ്പ് വരകളുമായിട്ടാണ് ഇതായാലും ഇത് ചട്ടി നിറഞ്ഞു വരുമ്പോഴത്തേനും ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു മോഡലാണ് ഈ ചട്ടിയുടെ തന്നെ പല പല ചട്ടിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിന്. വേണ്ടില്ലേ, നന്നായിട്ട് ഇതിന് വിത്തുകളൊക്കെ പൊട്ടി നല്ല ഇലയായിട്ട് നല്ല ഇതായിട്ടൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളിതിൻ്റെ അകത്തുള്ള പുഴുവോ അങ്ങനെ എന്തെങ്കിലും കയറാതെ നോക്കണം. കയറിയാൽ അതിൻ്റെ ഇലയൊക്കെ തിന്ന് കളയും. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കൂടെ നടന്നാൽ ഇതിനെ ബുദ്ധിമുട്ട് ഇല്ലാതെ നമുക്കിതിനെ പരിരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ വേറൊരു സൈസാണ് ഇതിന് പച്ചയിൽ നടുക്കൂടെ ഒരു റോസ് ലൈനും സൈഡിൽ കൂടെയൊക്കെ ഒരു ക്രീം പോലെ, എന്തോ ഇതിൻ്റെ കൃത്യമായ കളറൊന്നും പിടികിട്ടുന്നില്ല, ഒരു ക്രീം കളർ പോലെയൊക്കെയാണ് ഇതിനെ തോന്നുന്നത്. ഇതൊക്കെ ചട്ടി നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതെല്ലാം ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ നമ്മൾ പോർച്ചിലോ സൈഡിൽ കൂടെയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാം. അതിൻ്റെ തന്നെ അത് തന്നെയാണ് ഈ കാണുന്നത്. അതിൻ്റെ തന്നെ തൈകൾ നട്ടതാണ്. ഇത് ചട്ടി നിറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുമ്പോൾ ഇതിനൊക്കെ നല്ല ഭംഗിയാണ്. ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ നമ്മുടെ കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് വേറെ ഒരു ഡാർക്ക് പച്ചയിൽ നല്ല ബ്ലാക്ക് കളറുമായിട്ട് നല്ല രസമില്ലേ ഇത് കാണാൻ, എന്ത് ഭംഗിയാണ് അതിന്.
ഇത് വേണ്ട വെയിലൊന്നും, ഇതിനധികം വെയിൽ വേണ്ട, പെട്ടെന്ന് ഇത് വാടിപ്പോവും. അതുകൊണ്ട് ഇതിനധികം വെയിൽ വേണ്ട, വെയിൽ കുറവുള്ളിടത്തേക്ക് വെക്കുക. പിന്നെ ഒട്ടും വെയിലില്ലാത്ത ഉള്ളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇത് വെയിൽ കൊള്ളിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ബ്ലാക്ക് കളറ് നഷ്ടപ്പെടും. ഇത് അത് തന്നെയാണ്, അത് ഞാൻ പറിച്ചതിൽ വെച്ചതാണ്. അതുകൊണ്ട് ഇതിന് ഇച്ചിരി വളർച്ച കുറവാണ്, അത് ആയി വരുന്നതേ ഉള്ളൂ. എന്ത് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇതൊക്കെ പ്രകൃതിയുടെ കളിയല്ലേ ഇതൊക്കെ. ഓരോരോ ഇത് എല്ലാം വ്യത്യസ്തമായ ചെടികളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. ഇത് പിന്നെ ഒരു ലൈറ്റ് പച്ച പോലെ തോന്നുക, എന്നിട്ട് അതിൽ നല്ല ചുമപ്പായിട്ട് ഇതുണ്ട്. അത് കടുപ്പം ചില ഇലക്കുണ്ട്, ഒരിച്ചിരി കടുപ്പമുണ്ട്. ഇത് നല്ല കളറായിട്ട് ഇതുണ്ട്, നല്ല ചുമപ്പും പച്ചയായിട്ടാണ്. അതതിൻ്റെ താഴെയുള്ള ഇലകൾ ഇച്ചിരി സമയം ഇത് താമസിച്ചത് കൊണ്ട് അത് ഇച്ചിരിയൊക്കെ ഇതായിട്ടുണ്ട്. കുറേ അടിയിൽ വരുന്ന ഇലകളൊക്കെ ഇച്ചിരി കളറ് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പം പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നല്ല ഭംഗിയായിട്ട് അലങ്കരിക്കാനൊക്കെ പറ്റും. ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ നിറങ്ങൾ കണ്ടോ. ഇത് ഞാനൊരു കുഞ്ഞി തൈ മാറ്റി വെച്ചാണ്. ഇതിന് നല്ല നിറം നല്ല ചുവന്ന് വരുന്ന കണ്ടോ. ഇതിനൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി. അത് അതിൻ്റെ തന്നെ ഇതിന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. ഇത് കണ്ടോ, ഇതാ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ, എന്ത് ഭംഗിയത്. ഇത് വെയിലത്ത് വെക്കുമ്പോൾ ഒരു ഇച്ചിരി കളർ കൂടുതൽ കിട്ടുമേ, അതാണ് ഇത്. മുമ്പ് ഞാൻ നേരത്തെ കാണിച്ചത് ഇച്ചിരി ഡാർക്ക് കളർ വന്നത് വെയിലില്ലാത്തടത്ത് വെച്ചത് കൊണ്ടാണ്. ഇതൊക്കെ എന്താ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അത് വിരിഞ്ഞ് വരുമ്പോൾ വേറൊരു കളറായിട്ടാണ് വരുന്നത്. ഇത് എത്ര ഭംഗിയായിട്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെക്കുന്നത്. ഇതുണ്ടോ, ഇത് ചെറിയ ചെറിയ പോട്ടാണേലും മതി. അല്ല, എനിക്കിപ്പോൾ എല്ലാം ചട്ടിയിലൊന്നും അല്ല. അതാണ് ഇത്. മുമ്പ് ഞാൻ നേരത്തെ കാണിച്ചത് ഇച്ചിരി ഡാർക്ക് കളർ വന്നത് വെയിലില്ലാത്തടത്ത് വെച്ചത് കൊണ്ടാണ്. ഇതൊക്കെ എന്താ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അത് വിരിഞ്ഞ് വരുമ്പോൾ വേറൊരു കളറായിട്ടാണ് വരുന്നത്. ഇത് എത്ര ഭംഗിയായിട്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെക്കുന്നത്. ഇതുണ്ടോ, ഇത് ചെറിയ ചെറിയ പോട്ടാണേലും മതി. അല്ല, എനിക്കിപ്പോൾ എല്ലാം ചട്ടിയിലൊന്നും അല്ല, എല്ലാം കുറേ എണ്ണം ഇങ്ങനെ ഇത് എൻ്റെ പാത്രങ്ങൾ കണ്ടോ, കറിപ്പാത്രമൊക്കെയാണ്. അതിനകത്തൊക്കെയാണ് ഞാൻ ഈ നടുന്നത്. നമുക്ക് ചട്ടി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ ചെടി ഇലയും കാണുന്ന ഒരു ചട്ടിയും പാത്രമൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. പിന്നെ ചുരുക്കം ചിലരൊക്കെ അതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ തന്നെ ഇതുണ്ടോ, ഇതൊക്കെ വെയിൽ കുറവുള്ളിടത്തിരിക്കുമ്പോൾ ഇച്ചിരൂടെ കളറ് കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ തന്നെ വേറൊരു ഐറ്റമാണ് ഇത്. ഇതുണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇത് പച്ചയിൽ വെള്ളയായിട്ടാണ് ഇത്. അതിൻ്റെ തന്നെ കുറേ തൈകളും ഉണ്ട് ഇതിനൊക്കെ. ഇത് ചട്ടിയൊക്കെ നിറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എന്ത് രസമല്ലേ. ഇത് കണ്ടോ, ഇത് അതുപോലെയൊന്നും അല്ല. ഇത് ഒരു നീളൻ ഇലയും നിറച്ചും ഇങ്ങനെ വെള്ളയും പച്ചയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടില്ലേ, എന്ത് രസമാണ് ഇതതിൻ്റെ വേറൊരു കളറ്. ഇത് പച്ചയിലൊരു എന്താ പറയുക, ഇതിന് കളറ് പറയാൻ പറ്റത്തില്ല. ഒരു ഡാർക്ക് പച്ചയിൽ എന്തോ ഒരു കളറ്, എന്താ അതിന് പറയുന്നത് അറിയില്ല. അങ്ങനെ ഒരു കളറാണിത്. ഒരു ക്രീം, പച്ചയിൽ ക്രീം, അതിൻ്റെ നടുക്കൂടെ ഒരു ഇച്ചിരി കടുപ്പത്തിലൊരു ഇതാ ഈ പാത്രമാണ്. ഇത് ഇത്രയും വലിയ ചെടി നട്ടേക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്. ഇതൊരു മുട്ടായി ഭരണിയാണ്. ഇതിനകത്താണ് ഇത്രയും വലിയൊരു ചെടി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പാത്രമില്ല, അല്ലെങ്കിൽ നമുക്ക് ചട്ടിയില്ല, അങ്ങനത്തെ ആ വിഷമോ സങ്കടങ്ങളോ അതൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ വേറൊരു മോഡലാണ്. ഇത് ഒരു ഇലയിൽ തന്നെ 2-3 കളറായിട്ടാണ്. ഇതൊരു ക്രീമുണ്ട് ഇതിൻ്റെ നടുക്ക്. ഇതൊരു പച്ചയിലൊരു ക്രീം പോലത്തെ. ഇതിൻ്റെ നടുക്ക് സൈഡിൽ കൂടെ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ കറുപ്പ് നിറം. ഇതൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. ഇതിന് ഒരു കുഞ്ഞു പൂവുണ്ട് കേട്ടോ. ഇതിൽ മിക്കവാറും ദിവസം ഈ പൂ ഇതിൽ വിരിയുന്നുണ്ട്. ഇടയ്ക്കൂടെ ഇത് ഇച്ചിരി പൊങ്ങി ഇങ്ങനെ കാണുന്നത്. ഇതെല്ലാം തിങ്ങിയിട്ട് പൂ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇത് ഇരിക്കുന്ന എന്തിലാന്ന് കണ്ടോ നിങ്ങൾ. ഇരിക്കുന്ന ഒരു ബൗൾ, ഒരു ബേസ്, ഒരു കുഞ്ഞു പാത്രമാണ്. ഇതൊരു പാത്രമാണ്. ഇതുണ്ട്, ഇതിനകത്ത് ഇതിങ്ങനെ വെച്ചേക്കുന്നത്. അതിൻ്റെ തുള പോലും വിട്ടിട്ടില്ല. ഞാൻ വെള്ളം ഇച്ചിരി കുറച്ചൊഴിക്കും, അത്ര മാത്രം. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുവാണ്. എനിക്ക് കുറച്ചും കൂടി ചെടികളും ഇലകളും ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത് നിർത്തുവാണ്. എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം.
എനിക്ക് കുറേ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊക്കെ ആദ്യമായതുകൊണ്ടാണ്. ശരിയാകുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നു. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയായിട്ട്